ഹൃദ്രോഗവും ഹാർട്ടിന്റെ ബ്ലോക്കും ഒരിക്കലും ബാധിക്കാത്ത ഒരു ഗോത്ര സമൂഹം നമ്മുടെ ലോകത്തുണ്ട്. ഇത് പലർക്കും അറിയില്ല. വളരെ അത്ഭുതമാണ്. ഈ ഗോത്ര സമൂഹം മരുന്നുകൾ കഴിക്കുന്നില്ല, സപ്ലിമെന്റ് കഴിക്കുന്നില്ല, ഹാർട്ടിന്റെ ചികിത്സകൾ എടുക്കുന്നില്ല. എന്നിട്ടും ഇവരുടെ ഹൃദയം വളരെ വളരെ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രവും രഹസ്യവും എന്താണെന്ന് നമുക്ക് നോക്കാം. തെക്കൻ അമേരിക്കയിലെ ബൊളീവിയ എന്ന രാജ്യത്തുള്ള ആമസോൺ ഫോറസ്റ്റുകളിൽ ചിമാനെ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗമുണ്ട്. ഈ ഗോത്രവർഗത്തിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയാണ്. ഇവർ എക്സർസൈസുകൾ ചെയ്യുന്നില്ല, സപ്ലിമെന്റ്സ് കഴിക്കുന്നില്ല, എന്നാലും ഇവർക്ക് ഹൃദ്രോഗം സംഭവിക്കുന്നില്ല. ഇതിന്റെ പിന്നിലുള്ള 5 കാരണങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയുണ്ടായി. അതിൽ ഒന്നാമത്തെ കാര്യം, കാൽഷ്യം ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ പോയി അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാക്കാതെ അത് എത്തിപ്പെടേണ്ട എല്ലുകളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു കൃത്യമായ ഒരു ട്രാഫിക് സംവിധാനം. ഇതിന് കാരണം എന്താണ്? ഇവർക്ക് കൃത്യമായ അളവിൽ വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ചിമാനെ ഗോത്രക്കാര് കൂടുതൽ സമയം വെയിൽ കൊള്ളുന്നവരാണ്. ഇതാണ് ഇതിന്റെ കാരണം. നേരെ മറിച്ച് നമ്മുടെ നാട്ടില് മലയാളികളിൽ 50% ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഭക്ഷണത്തിൽ പ്രോസസ്ഡ് ഫുഡുകളില്ല, ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ ഭക്ഷണമാണ് ഇവർ കഴിക്കുന്നത്. ഈ ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒമേഗ 6 ഫാറ്റി ആസിഡ്സും തമ്മിലുള്ള ഒരു ബാലൻസ് കൃത്യമായി കീപ്പ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഹൃദയത്തിന്റെ ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ ഭക്ഷണത്തിലൂടെ ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഈ ജനവിഭാഗം റെസ്റ്റ് എടുക്കുന്ന പരിപാടിയില്ല. എപ്പോഴും എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ദേഹം ഇളകിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് നമ്മുടെ മലയാളികൾ എന്താ ചെയ്യുക? ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെ പലപ്പോഴും ദേഹം ഇളകാത്ത ഓരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ചിമാനെ വർഗ്ഗക്കാരുടെ രക്തക്കുഴലുകൾ തീരെ സ്റ്റിഫ് ആവുന്നില്ല, അവരുടെ രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നില്ല, ബ്ലോക്കുകൾ വരുന്നില്ല. നാലാമത്തെ കാര്യം, ഇവർ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും കാട്ടിൽ നിന്ന് കിട്ടുന്നതും അല്ലാതെ ആയിട്ടുള്ളതിൽ ഫൈബർ കണ്ടന്റ് ഏകദേശം ഒരു 35 ഗ്രാമിൽ കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ മലയാളികൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലപ്പോഴും ഫൈബർ കണ്ടന്റ് ഒരു 15 ഗ്രാമിൽ ചുവടെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഫൈബർ കണ്ടന്റ് കൂടുന്നതോറും രക്തക്കുഴലുകൾ കൂടുതൽ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, നീർക്കെട്ട് വരുന്നില്ല. അഞ്ചാമത്തത്, ഇവരുടെ ഒരു ജീവിത ശൈലി കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ്. അവർ കൂട്ടായി ജീവിക്കുകയാണ്. അത് കാരണം അവരുടെ സമൂഹത്തിൽ തുടർച്ചയായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും വളരെ കുറവാണ്. ഇത് കാരണം രക്തക്കുഴലുകളിൽ ക്രോണിക് ആയിട്ടുള്ള നീർക്കെട്ട് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത ഇവർക്കില്ല. പണ്ട് കാലത്ത് പലപ്പോഴും ഹൃദ്രോഗം ഇപ്പൊ കാണുന്ന അത്ര ഉണ്ടായിട്ടുണ്ടാവില്ല. പുതിയ ജീവിതശൈലിയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഹൃദ്രോഗം ഇപ്പൊ കൂടുതലായിട്ട് കാണാനുള്ള ഒരു കാരണം. ചിമാനെ ഗോത്രം ഇതിന്റെ ഒരു തെളിവാണ്. എന്ന് വെച്ച് നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടുത്തി ഗോത്ര ജീവിതത്തിലേക്ക് പോകണം എന്നുള്ളതല്ല. ഇവരുടെ ജീവിതശൈലിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. വിറ്റമിൻ ഡിയുടെ കുറവ് പരിഹരിക്കുക, അതുപോലെ ദേഹം ഇളകുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ മാറുക. ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കുക, നടക്കുക. ഹൃദ്രോഗം തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് താല്പര്യപ്പെടുന്ന ആളുകൾക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.